10ാം ഭാഗം. അപ്പോൾ ഇതിന് വേറെ വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ടോ? ഹലോ ഗായ്സ്, നമ്മൾ വേറൊന്നും അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നത് മൊത്തം കുഞ്ഞമ്മയുടെ കല്യാണം. ഒരു മിനിറ്റ്, കുഞ്ഞു പെങ്ങളുടെ കല്യാണം. സോറി ഗായ്സ്, സോറി. പക്ഷെ നമുക്ക് കുഞ്ഞമ്മയുടെ കല്യാണം. ഞാൻ കുഞ്ഞമ്മയെന്ന് എന്നെ വിളിക്കുന്നത്. കുഞ്ഞമ്മ ആയതുകൊണ്ട് കുഞ്ഞമ്മയുടെ കല്യാണം. ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണും. AJP അലിൻ ജോസ് പെരേര, പിന്നെ അതിൻ്റെ കൂടെ ഒരു തള്ളച്ചി നടക്കുമല്ലോ, അവരുണ്ട്. നമ്മുടെ പറുതയിട്ട മാമനുണ്ട്. ആര്? ജാസി മാമൻ. പിന്നെ ജാസി മാമൻ്റെ ഇക്കച്ചിയുണ്ട്, ആശി. അങ്ങനെ എല്ലാ ദുരന്തങ്ങളും ഒരേപോലെ. രേണുകുഞ്ഞമ്മ, അതാണ് രേണുകുഞ്ഞമ്മയാണ് മണവാട്ടിയായിട്ട് വെച്ചിരിക്കണല്ലേ. രേണുകുഞ്ഞമ്മയായിരിക്കും കുഞ്ഞു പെങ്ങള് കേട്ടോ, അറിയത്തില്ല. അവരെ ഒരു വില കളയാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിനെയൊക്കെ അതിനകത്തോട്ട് എന്തിനാണ് നിങ്ങളെടുത്തിട്ട് അഭിനയമാണോ ഇത്? നിങ്ങൾക്ക് വേറെ ആരും കിട്ടാത്തത് കൊണ്ടാണ് ഇവറ്റകളെ പിടിച്ച് കയറ്റിയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ പിടിച്ച് കയറ്റിയതുകൊണ്ട് ഇത്രയും വ്യൂ കിട്ടിയെന്ന് തോന്നുന്നു. വ്യൂ കിട്ടും, അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവേ. ഇതില് ആദിരാത്രിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ട് എനിക്ക് അതുപോലെ ആണെന്ന് തോന്നണം. പെണ്ണിനെ പോയി പിടിക്കുന്നു, കുഞ്ഞമ്മേ. കൊച്ചച്ഛൻ കുഞ്ഞമ്മയുടെ തോളിൽ പോയി പിടിക്കുന്നു. കുഞ്ഞമ്മ തിരിഞ്ഞു നോക്കുന്നു. കുഞ്ഞമ്മയുടെ മുഖത്ത് എന്തോ വാരി തേച്ചു വെച്ചേക്കുന്നു. എന്നിട്ട് ബാക്കി കാണിക്കണേ നിങ്ങളൊന്ന് കാണണം. എന്തൊക്കെ കാണണം. ഇതിൽ അവനല്ലേ, സഫയുടെ ഹസ്ബൻഡ് അല്ലേ ആ ഇടയ്ക്ക് തൂങ്ങി നിന്നത്? അയ്യോ, ആ കോഞ്ഞാമളയുണ്ടാ? എല്ലെണ്ണോ കണക്ക് തന്നെ, എല്ലെണ്ണോ ഒന്നിനൊന്ന് മെച്ചം വേറും കൂതറാള്. നല്ല ആവശ്യം ഉണ്ടായിരുന്ന എത്രയോ നല്ല ആളുകളുണ്ടായിരുന്നു. അവരെ ആരെങ്കിലും വെച്ചുവിടുന്ന. എല്ലാവർക്കും വ്യൂസ് മതി, അതിനകത്തുള്ള കോണ്ടന്റിന്റെ ക്വാളിറ്റിയോ വേണ്ട. അങ്ങനെയുള്ള രീതിയിലാണ് ഓരോ വീഡിയോസ് ഇവർ എടുത്തു വെച്ചത്. കോമാളികളെ ഇതിലോട്ട് അങ്ങോട്ട് കയറ്റി. അലൻ ജോസ് പെരേരയൊക്കെ ഉണ്ടല്ലേ, അയ്യോ അതിന്റെ കൂടെ വരണ അമ്മച്ചിയാ. എന്തൊക്കെ കാണണം ഗായ്സ് ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാ. പുതുക്ക് കൂത്താട്ടം. കുഞ്ഞമ്മയും കൊച്ചാപ്പായും കുഞ്ഞുമ്മയോ. അയ്യേ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദിരാത്രിയുടെ അന്നത്തെ ആ സീനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ. അപ്പൊ ഈ കല്യാണം നടക്കണ സമയത്ത് അവിടെ കളിക്കണേന്ന് അത് ഏതില് നോക്കിയാലും കുഞ്ഞമ്മയ്ക്ക് ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളു. അതെന്തോ സ്റ്റെപ്പ്? മമ്മി, നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട, ഇത് സ്ഥിരമാണ്. ഇതാണ് കുഞ്ഞമ്മേരെ സ്റ്റെപ്പ്. ഇത് ഈ നെഗറ്റീവായിട്ടുള്ള ഇവക്ക് നെഗറ്റീവ് കിട്ടണോണ്ടാണ് ഇവളെ. അതല്ല ഇതിന്റെ ഒരു ട്രിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സത്യം പറഞ്ഞ വീഡിയോസ്, ഇപ്പൊ ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആയാലും എടുത്തു കഴിഞ്ഞാൽ ആർക്കും ക്വാളിറ്റി വേണ്ട. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ പേത്തലയന്മാരെ പിടിച്ച് കയറ്റി അങ്ങോട്ട് തുള്ളുക. അപ്പൊ 10 ആൾക്കാർ കാണും, കുറച്ച് വ്യൂസ് കിട്ടും, അത്രേ മതി. അതാണ് അവരുടെ ലക്ഷ്യം. ഷൂട്ടിനെന്നും പറഞ്ഞ് അവന്മാര് ക്യാമറ പിടിക്കുന്ന അതിന് അകത്തോട്ടാണ് അല്ലല്ല വന്ന് അവള് ഇതാണ് അവള് പരിപാടി ഇപ്പം. എന്നിട്ട് പൊത്തി വെക്കുന്ന എന്തിനാ? അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന എന്തിനാ? ഇതില്ല, ആന്ധ്രന്ന് വെള്ളപ്പൊക്കം ഇറങ്ങിയല്ലേ, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്നില്ലേ, കേരളത്തിൽ വന്നതുപോലെ ഉണ്ട്. പോണ പോക്ക് കണ്ടില്ലേ, ബാഗൊക്കെ സഞ്ചിയൊക്കെ. അമ്മേ തായേ, രാത്രി ഇരുന്നും കൊണ്ട് എന്തേലും മെമ്പർഷിപ്പ് ലൈവിലിരുന്ന് പിച്ചാണ്ടോല്ല. അവളെ കണ്ണൊക്കെ കുഴിഞ്ഞ, അവൾക്ക് ഉറക്കമൊന്നുമില്ല. നീ കണ്ടില്ലല്ലോ അതിനുശേഷം? എൻ്റെ പൊന്നോ, അവൾക്ക് ഉറക്കമില്ല. കണ്ണിൻ്റെ ഇവിടെയൊക്കെ അങ്ങ് കറുത്ത് ഉറക്കമില്ലാതെ അവൾ വെളുക്കോളം ഇരുന്ന് 2 ലക്ഷം രൂപയാണ് ഒരു ദിവസം ഉണ്ടാക്കണത്. ബാക്കിയുള്ളവരെ ഇരുന്നും കൊണ്ടേ ഇവൾ വെല്ലുവിളിക്കുന്നുണ്ട്. നിനക്കൊക്കെ കിട്ടുമോടി ഇത്രയും? നിനക്കൊക്കെ കിട്ടുമോ? ഇതൊക്കെയാണ് അവളെയൊക്കെ മെമ്പർഷിപ്പ് ലൈവ്. അതിൽ ആരോ കയറി മെമ്പർഷിപ്പ് ലൈവ് കയറി സ്ക്രീൻഷോട്ട് എടുത്തെന്നാ എന്തൊക്കെയോ പറഞ്ഞും കൊണ്ട് അവൾ കിടന്ന് കൊളകൊളകൊള്ളാലിക്കണം. അവൾക്ക് വെളുക്കുവോളം 4 മണി വരെ ഇത് തന്നെ പരിപാടി. 45 രൂപ തൊട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് 45 രൂപയ്ക്ക് ആളുകൾ കയറി. കുറേ അങ്ങ് ഇടിച്ച് കയറിയതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളങ്ങ് ചാർജ് കൂട്ടി. ഇപ്പം മനസ്സിലായി. 2 ലക്ഷം രൂപ വരെ ഒരു ദിവസം അവൾ ഉണ്ടാക്കിയാണ്. ഇപ്പം ഇടണത് ഇതുവരെയുള്ള കഴുത്തങ്ങോട്ട് ഇറങ്ങിയത് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുള്ള് അവൾ കാണിച്ചുകൊണ്ടാണ് അവൾ മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടാക്കാതിരിക്കണം. തൂറി വാരി തിന്നടി പോയി.
അതിനൊത്ത അവള് ടോയ്ലറ്റിൽ പോയാലും കുറെ എണ്ണം ഇങ്ങനെ കൊണ്ടങ്ങ് നടക്കും. ടോയ്ലറ്റിൽ പോയാലും അത് പിടിച്ച അതാണ് അവക്ക് കോളായത്. നല്ല വിലയുള്ള സാധനം 50 സംതിങ്. ഈ 2 സൈഡും ഇംപ്ലാന്റ് ചെയ്യുന്നതിന് 4.5 ലക്ഷം രൂപ. മനസ്സിലായ? എനിക്ക് കുറച്ച് പൈസ കൊടുക്കണം, ഫ്രീ അല്ല. പല്ലിന് കൊടുക്കാനുള്ള പൈസ ഉണ്ട്, പക്ഷെ വീട് ശരിയാക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. വീട് ശരിയാക്കാനല്ല, ആ കിച്ചുവിന്റെ ഒക്കെ പേരിൽ അങ്ങോട്ട് അവനെ അങ്ങോട്ട് അവിടെ താമസിപ്പിച്ചിട്ട് ഇറങ്ങടി. ഈ ഫാദറിനെ ബിഷപ്പിനെയൊക്കെ പറ്റിച്ച് നീ കയറി കിടക്കണല്ല. ആ പാവപ്പെട്ട മനുഷ്യനെ എവള് എന്തെല്ലാം ബിഷപ്പ് ആമ്പേന്ന് വരെ വിളിച്ച്. അവളില്ല എങ്ങടോ ഇല്ലാതെ പിച്ചതണ്ടി നടന്നപ്പോഴത്തേക്ക് അവക്ക് ആ കൊച്ചുങ്ങളെ കരുതിയിട്ട് അവക്ക് പെരേടം കൊടുത്ത് വീടും കൊടുത്ത്. എന്നിട്ട് അവളിപ്പോൾ അവിടെ ഒട്ടിച്ച് വെച്ചോണ്ട് എന്നിട്ട് പറഞ്ഞേ ഇത് 4.5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഒട്ടിച്ച് വെച്ചത്. കണ്ണിനകത്ത് വെച്ചത് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക്. വിറച്ചൊരു കിളവ ആ ബിഷപ്പിൻ്റെ വീട്ടിൽ എനിക്ക് എത്ര രൂപ തരാനുണ്ട് അവളൊക്കെ തരാനുണ്ടെന്നും പറഞ്ഞ് വന്നപ്പോൾ കാണാം തങ്കപ്പ ഓട്ടിച്ച്. തങ്കച്ചൻ അവളാ അപ്പച്ചൻ തങ്കച്ചൻ ഓടടാന്നും പറഞ്ഞ് കല്ല് ഇറക്കി ഓട്ടിച്ച്. കഷ്ട ആ കിളവൻ്റെ മണ്ടയിൽ എറിയിട്ടിന്ന് പറയണു. യവനാരെന്താണ് എന്നിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണം മോളെയും കൊണ്ട്. ആ ആദ്യത്തെ സ്റ്റേജ് ഇട്ടതിന് 4.5 ലക്ഷമായി. രണ്ടാമത്തെ സ്റ്റേജ് ഇട്ട് ഇനി മൂന്നാമത്തത്. അപ്പം 4 എത്രയായി? 9 ലക്ഷവും 9 4 എത്രയായി? 4 എത്രയായി? അറിഞ്ഞൂടെ കണക്ക്? 9 14 ഒണനിച്ച് 9 4 എത്രയടി? 9 10 11 12 13 14.5 ലക്ഷം രൂപ. 14 എങ്ങനെയാവുമ്പോ 14 ലക്ഷം. 14 ലക്ഷം രൂപ അവളെ പല്ലിന് വേണ്ടിയിട്ട് അവിടെ എവിടെ അവൾ ഒട്ടിച്ചു വെച്ചെന്ന്. അന്ന് പണം ചോദിക്കണവർക്ക് അവരെയൊന്നും പൈസ അവക്ക് കൊടുക്കാനില്ല. എവക്ക് ഇതൊക്കെ തികയോ അവക്ക്? എടി നീ ആദ്യം കൊടുക്കാനുള്ളത് കൊടു. നാളെ ഊരി ഇഞ്ഞൊന്ന് വീണ് മുറുക്കാൻ നിന്നും കണക്ക് തിന്ന് പിന്നെ കുത്തിക്കയറ്റിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടത്തെ പിന്നെ നോക്കിയപ്പോൾ കാണാം ഇവിടത്തെ ഇളവിയ അത് അവിടെയും കുത്തിക്കയറ്റി. അപ്പം കാണാം ഇവിടെ ഇരുന്ന ഇളവിയ അതും എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. 14 ലക്ഷം ആണെങ്കിൽ ഇപ്പം ലക്ഷങ്ങളായില്ലേ. ഇപ്പം മെമ്പർഷിപ്പ് തുണിയില്ലാത്ത ലൈവാണെന്ന് പറയണ്. ഇനിയിപ്പോൾ പറയണേ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ അത് പബ്ലിക് ആക്കിയതിന് ഞാൻ ക്യാഷ് കൊടുക്കും. പിന്നീട് നീ കള്ളും കുടിച്ച് 3 അവന്മാരും കൂടി നിന്നെ എടുത്തിട്ട് പൊക്കിയിട്ട് അടിക്കണം. അതിൽ നിനക്ക് കേസായി. കള്ള് ഷാപ്പിൽ വെച്ച് ഷൂട്ട് ചെയ്തെന്ന് പറയണേ. എന്തേലും ഷൂട്ടാണോ എന്തോ. 3 അവന്മാരും കൂടെ എവളെ ഇട്ട് കാണിക്കണം പ്രവർത്തികൾ. അവന്മാരെ ഭാര്യ ആരൊക്കെ പിണങ്ങിപ്പോയി ഇത് കാരണം. കള്ള് നിറച്ച് വെച്ചിട്ട് അവന്മാർ ആ പഴംപൊരി ദാസ അണ്ണാക്കിലോട്ട് ഒഴിക്കണം. എവക്കോ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ കിടന്ന് കുടിച്ച് അതിനകത്ത് കള്ള് ഷാപ്പിൽ കിടന്ന് തല കുത്തി മറിയണ്. എവളെ പൊക്കിയിട്ട് അമ്മാനാടണ്. ആൽബത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ പാട്ട് അടിപൊളി, വേറെ ലെവല്. പക്ഷെ അതിൽ അഭിനയിക്കണവര് അത് വേറെ മോശമായിപ്പോയി. ഏതോ കണ്ടായിരുന്നോ എല്ലാ പെരുന്നാളിലും കാത്തിരിക്കണ പാട്ടാണ് ഇത്തവണ വളരെ മോശമാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇവരെന്തർത്ഥത്തിലാണ് കുഞ്ഞമ്മയെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ കുഞ്ഞമ്മയെ പിടിച്ചിരുത്തിയെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ഇവക്ക് ഈ നെഗറ്റീവ് കിട്ടണോണ്ടാണ്. അപ്പൊ ആളുകൾ കയറി കാണും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യ രാത്രിയിൽ നടക്കുന്ന സംഭവം നമുക്കൊന്ന് കാണാം. എല്ലാ ആദ്യ രാത്രിയിലും നമ്മൾ പാലല്ലേ കൊണ്ടു കൊടുക്കണം. ഇത്തവണ കൊണ്ടു കൊടുത്തത് അഴുകിയ സവാളയാണ്. അഴുകിയ സവാള. ഓക്കെ, നമുക്കൊന്ന് കണ്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് ഡബ്ബെങ്കിലും ചെയ്തുകൂടായിരുന്നു. ഇത് കുഞ്ഞമ്മ ചോദിക്കണേ കൊള്ളാം നല്ല രസമുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ നല്ല കോമഡി ആയിട്ടുണ്ട്. പ്രതീക്ഷന് ചിരിക്കണോ കരയണോ? പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നിന്നെ എൻ കുടുംബത്തെ ചുട്ടിടുവേ. സുഡ നീ ആര്? ചിക്കാരി ചമ്പുവാ.
എന്റെ മണ്ടേ കയറിയിരുന്ന് വണ്ടി ഓടിക്കും. വട്ടായി കേട്ടാ. വേണ്ട എല്ലാരും ഉണ്ടല്ലോ. അയ്യോ മമ്മി ഞാൻ അങ്ങനെയാണ് കാണിച്ചത്. ഞാൻ യാരെന്ന് തെരിയുമാ? ഞാരെന്ന് തെരിയുമാ? അയ്യോ കുഞ്ഞമ്മേരെ അഭിനയം കണ്ടിട്ട് എനിക്ക് വയ്യേ, എനിക്ക് തലവേദന എടുക്കണ കുഞ്ഞമ്മേ. ഇതിന്റെ ബാക്കി നമ്മൾ കാണണമെങ്കിൽ 2027 ഇതിന്റെ ബാക്കി ഇറങ്ങാൻ പോണത്. ഇനി അതുവരെ നമ്മൾ കാത്തിരിക്കണോ? അതെന്തോന്നാ കണ്ടത്? എനിക്കൊന്നും അറിഞ്ഞൂടേ. രേണു അമ്മായിര അമ്മച്ചി പറയണമെന്ന് കേക്ക. തങ്കച്ചനെ കാണാനില്ല, തങ്കച്ചൻ ഇങ്ങോട്ട് പോയാത്. അമ്മച്ചി പറയണമെന്ന് കേട്ടോ. അന്ന് 2 പെൺകുട്ടികളായപ്പോ ഒരു ആൺകുട്ടി കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. 2 മക്കളെ നല്ല രീതിയിൽ വളർത്തുക. അമ്മച്ചി 2 മക്കളെ നല്ല രീതിയിൽ വളർത്തുക, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ആൺകുട്ടിയൊന്നും വേണമെന്നില്ലായിരുന്നു. നല്ല രീതിക്ക് വളർത്തണം. അപ്പൊ ബാക്കിയേക്കാം. ആൺകുട്ടി പെൺകുട്ടി എന്നില്ല. 2 മക്കളും പെൺമക്കളാണേലും അവരെ നല്ല രീതിയിൽ വളർത്തു. പപ്പ ജോലി ചെയ്ത് 2 പേരെയും നല്ല രീതിയിൽ വളർത്തി. ഇവിടെ നേഴ്സിംഗ് വിട്ടു. ഇവിടെ നേഴ്സാ, മൂത്തോളം നേഴ്സാ. രേണുവിനെ നേഴ്സിംഗ് വിട്ടതാ. രേണുവിന് പേടിയാ. രേണുവിന് എല്ലാം പേടി. ബിഗ് ബോസിൽ ചെന്നപ്പോ അവക്ക് അവിടെ നിന്ന് ചാടണം. എന്തിനാണ്? വേറെന്തോ പഠിച്ചെന്ന് പറഞ്ഞില്ലേ? മുതുക്ക് കാളകളോടെ കൂത്താടാൻ വേണ്ടിയിട്ട് ചാരായ ഷാപ്പിലൊക്കെ കിടന്നു കൂത്താട്ടം തന്നെയായിരുന്നു. ഏവിയേഷന് എന്തരൊക്കെ പോയി, നഴ്സിംഗിന് പോയി, ഇപ്പൊ എല്ലാം തള്ളി. ഭയങ്കര തള്ളലായിരുന്നു, തള്ളി പറച്ചില്. പറയമ്മ പകുതിയാപ്പിക്ക് പോകുന്നു. എല്ലാ പഠിത്തം എല്ലാം നടന്നു. ഒന്നും മുഖിയാക്കിയില്ല. ദൈവം എങ്ങനെയാണ് അവക്കൊരു കഴിവ് കൊടുത്തത്? കഴിവാ മോക്ക് ഇങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്ത്. എൻ്റെ ബലമായ സംശയം ഇവരാരും ഈ രേണുവിൻ്റെ ഷോർട്ട് ഫിലിമുകളോ ആൽബങ്ങളോ ഒന്നും കാണാറില്ല. അതാണ് സത്യം. ഈ കൂത്താട്ടത്തിൽ പണം കിട്ടും, അതാണ് മെയിനായിട്ട്. അതാണ് പണം ഉണ്ടാക്കാനുള്ള കഴിവ്. അത് നമ്മൾ ഏത് രീതിയിലായാലും പണം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കഴിവാണ്. അതൊരു വല്ലാത്ത കഴിവാണ് കേട്ടാ. ഈ പണം ഏതൊരു രീതിക്കായിരുന്നാലും കഴിവാണെന്നൊന്നും പണം പറഞ്ഞില്ലേ? അമ്മച്ചി പറയണത് അതെൻ്റെ മോളെ കഴിവാണ്. പക്ഷെ മൂത്ത മോളെ കൊണ്ട് ആ ഒരു കഴിവൊന്നുമില്ല. നഴ്സിങ്ങിന് പോകണം. എൻ്റെ മോള് നഴ്സിങ്ങിന് ചേർത്തിട്ട് അവൾക്ക് അതിനൊന്നും വേണ്ട. അവൾക്ക് ഇങ്ങനെ അഭിനയിക്കണം. നല്ല കഴിവ്, നല്ല അഭിനയം എന്നാണ് അവർ പറയണത്. നമുക്ക് അഭിനയമൊന്നും തോന്നണില്ല. ചാരായവും കുടിച്ച് പൊക്കിയിട്ട് അടിക്കുന്നതാണ് അഭിനയം. എല്ലാ എണ്ണം കൂടെ കിടന്ന് അങ്ങോട്ടിട്ടടി ഇങ്ങോട്ടിട്ടടി. പകയന്മാരെല്ലാം കൂടെ കിടന്ന് കൂട്ടടിയോടടി ഒരു കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ട് കിടന്നു. ആരാണ് 3 കാളകളും ഒരു പെടക്കോഴി ഇരുന്ന് പഴംപൊരി തന്നെയാണ്. വീട്ടിൽ ഷൂട്ടിനെന്നും പറഞ്ഞുള്ള കാളകൾ അത്രയും കൂടെ. ആ 3 കാളകൾക്കും കൂടെ കൊടുത്ത് 3 എണ്ണം കൂടെ ഇരുന്ന് അറിഞ്ഞ് കേറ്റണം. അയ്യോ അല്ല, പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞെടുത്ത് പൊക്കി കാണിക്കുന്നു. എന്തായാലും അമ്മച്ചി പറഞ്ഞ പോലെ ഫുൾ കഴിവുകൾ നമുക്ക് കാണാൻ പറ്റി രേണുവിൻ്റെ പുതിയ ആൽബത്തില്. നല്ല അഭിനയമല്ലേ, അഭിനയ സിംഗം അഭിനയിച്ച് തകർക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്ന് വെള്ളപ്പൊക്കം കയറി സഞ്ചിയായിട്ട് ഇറങ്ങി കേരളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൈപ്പാക്കണമാ കൈപ്പാക്കണമാ. ആ നല്ല മനുഷ്യന്മാർ കൂതറകൾ അതിനകത്തോട്ട് കയറ്റി അഭിനയമെന്നും പറഞ്ഞ് അഭിനയിക്കണമെന്നും പറഞ്ഞ് അതിനകത്തോട്ട് കയറ്റി അത് നശിപ്പിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കൊള്ളാക്കി. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലാവാനുള്ള ആ ഒരു ടെക്നിക്ക് എല്ലാവരും ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അവരെയൊക്കെ ആൽബങ്ങൾ ആ സോങ്ങുകളൊക്കെ എന്ത് നല്ല രസമാണ്. പക്ഷെ ഈ സോങ് കൊള്ളാം കേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അതിലാ സാധനങ്ങളുണ്ടല്ലോ എല്ലാം. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?